ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഇന്റീരിയർ ആംഗിൾ തിയറം, അതുപോലെ തന്നെ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം എന്നിങ്ങനെ രണ്ട് പോയിന്റ് ആണ്. ഓക്കെ, ഇന്റീരിയർ ആംഗിൾ തിയറം, എക്സ്റ്റീരിയർ ആംഗിൾ തിയറം. സോ ഫസ്റ്റ് ഇന്റീരിയർ ആംഗിൾ തിയറം. ഇന്റീരിയർ ആംഗിൾ തിയറം. ഓക്കെ, സോ ഇന്റീരിയർ ആംഗിൾ തിയറം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം ഇത് നമ്മൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ ഇത് നമ്മൾ പഠിക്കുന്നത് ആംഗിൾ ബൈസെക്ടർ എന്ന് പറയുന്ന ഒരു CVനെ ബേസ് ചെയ്തിട്ടാണ്. ആക്ച്വലി നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ആംഗിൾ ബൈസെക്ടർ എന്താന്ന്. ഒരു ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്ന ലൈനാണ് അല്ലെങ്കിൽ CVN ആണ് ആംഗിൾ ബൈസെക്ടർ. ഇപ്പൊ എ എന്നുള്ള ആംഗിളിനെ ഇത് ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് വിചാരിക്കൂ. എ എന്ന് പറയുന്ന ആംഗിളിനെ രണ്ട് ഈക്വൽ ആംഗിൾസ് ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഈ ലൈനാണ് AD. ഓക്കെ, സോ ഈ AD എന്നുള്ള ലൈന് ഈ BC എന്ന് പറയുന്ന ലൈനിനെ രണ്ട് പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ലെറ്റ് ഇറ്റ് ബി M:N. ഓക്കെ, അത് എഴുതേണ്ട ആവശ്യമില്ല, എന്നാലും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്യുന്നുള്ളൂ. അപ്പൊ ഈ തിയറം ആക്ച്വലി ഇന്റീരിയർ ആംഗിൾ തിയറം ആണെങ്കിലും ഇന്റീരിയർ ആംഗിൾ ബൈസെക്ടർ തിയറം അല്ലെങ്കിൽ ഇന്റീരിയർ ആംഗിൾ തിയറം എന്ന് പറയും. ഇന്റീരിയർ ആംഗിൾ തിയറം അല്ലെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം, ഈ രണ്ടിനും ഒരേ ഇക്വേഷൻ ആണ്. സോ ഫിഗറിൽ മാത്രമേ ചെറിയൊരു ചേഞ്ച് വരത്തുള്ളൂ, ഇക്വേഷൻ സെയിം ആണ്. ഓക്കെ, അത് വളരെ എളുപ്പമാണ് ഇന്റീരിയർ ആംഗിൾ തിയറം പറയാൻ നേരത്ത്. ഇപ്പോൾ ഒന്നുകൂടെ പറയാം. എ BC എന്ന ട്രയാങ്കിളിലെ എ എന്ന് പറയുന്ന ആംഗിളിനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്തു. ആ ഡിവൈഡ് ചെയ്ത ലൈനാണ് AD എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്റീരിയർ ആംഗിൾ തിയറം പറയുന്നതെന്ന് വെച്ചാൽ എ ബി ഡിവൈഡഡ് ബൈ AC വിൽ ബി ഈക്വൽ ടു AB യും AC യും തമ്മിലുള്ള റേഷ്യോ വിൽ ബി ഈക്വൽ ടു BD ഡിവൈഡഡ് ബൈ CD. BD ഡിവൈഡഡ് ബൈ CD. ഇത് ഇങ്ങനെ എഴുതാം: AB ഡിവൈഡഡ് ബൈ AC. ഓക്കെ, അപ്പോൾ ഇതിന്റെ എഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ A ആണ് വരുന്നത് അല്ലേ, രണ്ടാമത്തെ ലെറ്റർ B യും C യും വന്നു. വിൽ ബി ഈക്വൽ ടു ഈ രണ്ടാമത്തെ ലെറ്റർ എന്താണോ അതാണ് വരുന്നത്, BD. ഓക്കെ, ഡിവൈഡഡ് ബൈ CD. സോ ഇത് ആക്ച്വലി ഇത് ഇങ്ങനെ പഠിച്ചു വെക്കുന്നതാണ് ഏറ്റവും എളുപ്പം. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും ബിയും സിയും. ഒരു സൈഡിൽ A വരും, ഇപ്പുറത്തെ സൈഡിൽ D വരും. ഇനി ഫിഗറിലോട്ട് നോക്കിയാൽ മതി. അപ്പോൾ AB ഡിവൈഡഡ് ബൈ AC ഈക്വൽ ടു BD ഡിവൈഡഡ് ബൈ CD. ഓക്കെ, ഇതേ ഇക്വേഷൻ ആണ് എന്തിന്, എക്സ്റ്റീരിയർ ആംഗിൾ തിയറത്തിന്. ഇവിടെ സ്പേസ് കുറവാണ്. ഞാൻ ഈ എ എന്നുള്ള ഈ ബി എന്നുള്ള സൈഡിനെ ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തു. അപ്പോൾ കിട്ടുന്ന ആംഗിൾ ആണ് ഈ എക്സ്റ്റീരിയർ ആംഗിൾ ഓഫ് എനെ ഞാൻ ഈ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ലൈനാണ്. കളർ ചേഞ്ച് ചെയ്യട്ടെ. ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ലൈനാണ് AD എന്ന് വെക്കൂ. ഈ ലൈന് ആക്ച്വലി ആംഗിൾ എനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു എന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി. ഓക്കെ, ആൻഡ് ആ പോയിന്റ് ആണ് D എന്ന് വിചാരിക്കുക. ഇപ്പൊ എക്സ്റ്റീരിയർ ആംഗിൾ തിയറം പറയാനാണ്. സോ ഇന്റീരിയർ ആംഗിൾ ചേർത്ത് മാറ്റാണ്. ഓക്കെ, സോ എക്സ്റ്റീരിയർ ആംഗിൾ എനെ ഈക്വൽ ആയിട്ട് ഡിവൈഡ് ചെയ്ത ലൈനാണ് AD എന്ന് വെക്കും. എന്നാലും ഇക്വേഷൻ സെയിം തന്നെയാണ്. AB ഡിവൈഡഡ് ബൈ AC ഈക്വൽ ടു BD. അവിടെയാണ് ഒരു ചേഞ്ച് ഉള്ളത്. ഇങ്ങനെ BD ചേഞ്ച് എന്ന് വെച്ചാൽ നേരത്തേലാണെങ്കിൽ BD-യുടെ ലെങ്ത് ചെറുതായിരുന്നു അല്ലെ, CD-യുടെ ലെങ്ത് BD-യുടെ ലെങ്ത് ഏകദേശം ഒന്നായിരുന്നു. ഇവിടെ BD-യുടെ ലെങ്ത് ഒരല്പം വലുതായിരിക്കും. പക്ഷെ ഇക്വേഷന് ചേഞ്ച് ഇല്ല. സോ ഒരേ ഇക്വേഷൻ പഠിച്ചാൽ മതി, ഇതേ ഇക്വേഷൻ പഠിച്ചാൽ മതി. ഇന്റീരിയർ ആംഗിൾ തിയറത്തിനാണെങ്കിൽ എക്സ്റ്റീരിയർ ആംഗിൾ തിയറത്തിനാണെങ്കിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള തിയറമാണ്. ഇക്വേഷൻ ആണ് ഇമ്പോർട്ടന്റ്. ആ ഇക്വേഷൻ വളരെ എളുപ്പമായിട്ട് പഠിക്കാൻ പറ്റും. കാരണം ഒരു സൈഡിൽ A ആണ്, ഒരു സൈഡിൽ D ആണ്. ഈ B യും C യും രണ്ടിടത്തും ഇങ്ങനെ മാറി മാറി വരും. ഓക്കെ, സോ
ഒന്നുകൂടെ പറയാം, എ ബി ബൈ എ സി ഈക്വൽ ടു ബി ഡി ബൈ സി ഡി. ഇതാണ് ഇന്റീരിയർ ആംഗിൾ തിയറവും എക്സ്റ്റീരിയർ ആംഗിൾ തിയറവും. ഫിഗറിൽ മാത്രമേ ചേഞ്ച് ഉള്ളൂ, ഇക്വേഷനിൽ ചേഞ്ച് ഇല്ല. ഓക്കെ.